സമയത്തോട്ടെ അതുകൊണ്ടല്ല പെട്ടെന്ന് തീർത്തുമായിട്ട് എന്താ പ്രശ്നം? അങ്ങനെ തീർക്കാം. മാർച്ച് വരെ സമയം ഉണ്ടല്ലോ ഇതിന്. മാർച്ച് വരെ മാർച്ചിലേക്ക് ആവശ്യമില്ലാത്ത വർത്തല്ല. നിങ്ങൾ എനിക്ക് പരിചയം ഈ റോഡിന്റെ പണിയിൽ മാത്രമല്ല. നിങ്ങൾ ഞാനായിട്ട് വേറെ ചില സ്ഥലത്തും സംസാരിച്ചു. അറിയാലോ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയേണ്ടി വരുന്നത്? ഞങ്ങൾ നാട്ടിൽ ഇങ്ങനെ നടത്തിയ ആളുകൾ എന്നുള്ള സംഗതി വരുമ്പോ ഞങ്ങൾ ഇടപെടും. ഞാനില്ലാത്ത കേസാണ്. ഞാനില്ലാത്ത കേസാ. ആ ഞാനില്ലാത്ത കേസാണ്. അത് ഉറച്ചതിന് ശേഷമേ കിട്ടുള്ളൂ. അതാണ് വെറുതെ വർത്തമാനം പറഞ്ഞല്ല. അതല്ല ഒരു കാര്യം ചെയ്യാം, പണി നിർത്തിയേക്കാം. കച്ചർക്കല്ല. നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള ആൾക്കാണ് നിങ്ങളോട് നിങ്ങൾ സർക്കാരിന്റെ ശമ്പളം പറ്റുന്നവരാണ്. നിങ്ങൾ ശമ്പളം ഞങ്ങൾ കൊടുക്കണ നികുതിപ്പണമാണ്. നിങ്ങൾ കൊടുക്കുന്ന ശമ്പളം ഞങ്ങൾ കൊടുക്കണ നികുതിപ്പണമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയാനുള്ള അവകാശം ഞങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു ഈ എടുക്കുന്ന പണി അവരുടെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിർവഹിക്കണം. കൃത്യമായിട്ട് നിർവഹിക്കണം. അത് നിർവഹിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ വരൂല. അത് നിർവഹിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലല്ലോ. നിങ്ങളുടെ അവധിയുള്ള അവസരം പഠിക്കാൻ പറയുന്നത് നാളെ വരെ ഞങ്ങളാരെയും പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞല്ലോ. പിന്നെന്താ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യാണ്ട് നിങ്ങൾ പണിക്കൊന്ന് നോക്കട്ടെ. ഞങ്ങൾ ഒന്നും നോക്കട്ടെ. വെറുതെ വർത്താനല്ല. ഞങ്ങളൊരു ഞായക്കോട് പറഞ്ഞില്ല. ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഞങ്ങൾ പറയും. അതിനകത്ത് ഒരാൾ ഡയലോഗ് കൂടെ കേൾക്കാൻ നമുക്കറിയാം. വെറുതെ വർത്താനം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വിഷയം നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ പറയണ്ടേ? പറയണ്ടേ? ആ പറയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? എന്ത് പറഞ്ഞോളൂ നിങ്ങൾ അംഗീകരിക്കാം. അതിനെന്താ പ്രശ്നം? ആർക്കാ പോരായ്മ? ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ വെറുതെ വെറുതെ അല്ല പറഞ്ഞത്. കാര്യം തന്നെ പറഞ്ഞത്. വെറുതെ അല്ല, കാര്യം തന്നെ. കാണണോ ഞാൻ പറഞ്ഞു. നിർത്തിക്കിടാൻ കാണണോ? അങ്ങനെ ഞാൻ ചോദിച്ചില്ല. നിങ്ങൾ നിർത്തിക്കിടാൻ കാണണോ? കാണിച്ചു തരാണെങ്കിൽ എടുക്കൂല. ഞങ്ങൾ വിചാരിച്ചാൽ എടുക്കൂല. ഞാൻ ഒരു സംഗതി ചെയ്യണം. ആ വിഷയം എന്താ? നിങ്ങൾ ഇപ്പൊ ചെയ്ത മാതിരി ചെയ്തു പോയാൽ മഴ പെയ്താൽ ആ പുതിയ അവിടെ ഞാൻ കുറച്ച് വെള്ളം അടിച്ചത് നനച്ചിട്ട് ടൈറ്റ് ആക്കി ചെയ്താൽ പോലെയിരുന്നോ? നിങ്ങൾ ആ പൊടിമണിന്റെ മുകളിൽ എന്തിനാ കൊണ്ടുപോയിട്ടാണ്? റോളിംഗ് അവിടെ ഒന്നും ചെയ്യൂല. ഈ ടാറിന് ശേഷം അത്രയും ഭാഗം കോൺക്രീറ്റ് വരികയാണ്. ഈ ലെവലിൽ കോൺക്രീറ്റ് വരികയാണ്. മനസ്സിലായോ? ഇവിടെ മെമ്പർ ഇതാരാ ഓവർസിയർ ചെയ്യോ? ഇതിനോണ്ട് ഓവർസിയറോട് വരാൻ പറയും. എന്നിട്ട് ബാക്കി മെമ്പറോട് വരാൻ അറിയും. ഒക്കെ റെക്കോർഡ് ചെയ്ത് ഈ സംഭവം ഇവിടെ വന്ന കാര്യം എന്താ? നിങ്ങൾ സദ്യ വെട്ടില്ലല്ലോ. ഇതിങ്ങനെ വന്ന് ഈ പറമ്പിന്റെ ഉടമക്കാരനാണ് ഈ കുഴപ്പമുണ്ടാക്കി. ഈ പറമ്പിന്റെ ഉടമക്കാരൻ ഇവിടെ പൈപ്പില്ല. പഞ്ചായത്തിൽ പറഞ്ഞില്ല. ആരാ ഉദ്യോഗസ്ഥന്മാരോട് പറയാണ്ട് ഇവിടെ വന്നിട്ട് ഇത് മാതിരി ഈ പൈപ്പിട്ട് പോവുക. എന്നിട്ട് അവിടെ വെള്ളം ചാടി അവിടെ പ്രശ്നം ഉണ്ടായ സമയത്ത് പള്ളി കമ്മിറ്റിയിലും ലീഗ് കമ്മിറ്റിയും മുജാഹിദ് കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്യാണ്. ചർച്ച ചെയ്ത് അവിടുന്ന് മാപ്പറിന് സുല്ലാക്കി പോയി. സർക്കാരിന്റെ റോഡ് മാന്തി പൊളിക്കുമ്പോ പാലിക്കേണ്ട ചില സംഗതികളുണ്ട്. ഇല്ലെങ്കിൽ അത് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരാണ് അത് ചെയ്യിപ്പിക്കേണ്ടത്. എന്നിട്ട് ഇന്നലെ എടുത്തിട്ട് ഈ മണ്ണിന്റെ പോലത്ത് ചെയ്തു പോരാ ബുദ്ധിയല്ലോ ചെയ്യോ? ഇന്നലെ അന്തിക്കല്ല ഈ സാധനം ഇതിനുള്ളിൽ നിൽക്കണേ. എപ്പോഴായാലോ ഇതൊന്ന് ഉറക്കേണ്ട സംഗതി. ഈ സ്ഥലത്ത് ടാറിങ് ഇല്ല. ഏത് മനസ്സിലായില്ലേ? ഈ അല്ല ഞാൻ പറയാം. ഒരു മിനിറ്റ് എനിക്ക് സമയം തരാം. പറഞ്ഞത് കേൾക്കണം. ഇത്രയും ഭാഗമല്ലേ ഈ സ്ഥലത്ത് ടാറിങ് ഇല്ല. നമ്മളിപ്പോ ടാറിങ് ചെയ്യണില്ല.